ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ വടക്കൻ ഇറാനിൽ അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം മേഖലയിലെ നിലവിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. സാംനാൻ നഗരത്തിന് തെക്ക് പടിഞ്ഞാറ് 37 കിലോമീറ്റർ അകലെ കേവലം 10 കിലോമീറ്റർ മാത്രം താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഇറാൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ സംനാൻ മിസൈൽ കോംപ്ലക്സിനും സംനാൻ ബഹിരാകാശ കേന്ദ്രത്തിനും സമീപമാണ് എന്നത് ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണെന്ന നിരീക്ഷണങ്ങൾ നിലനിൽക്കെ ഈ ഭൂചലനം ഒരു ആണവ പരീക്ഷണത്തിന്റെ ഫലമാണോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ ഇത്തരമൊരു സംശയം സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു സാധാരണ ഭൂകമ്പം മാത്രമായിരിക്കാമെന്ന വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയവും സൈനികവുമായ പ്രാധാന്യം തള്ളിക്കളയാൻ കഴിയില്ല. ഭൂമിശാസ്ത്രപരമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. അറേബ്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന ഒരു സജീവ ഭ്രംശ മേഖലയിലാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനങ്ങളാണ് ഇറാനിൽ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾക്ക് പ്രധാന കാരണം. രാജ്യത്ത് പ്രതിവർഷം ശരാശരി 2100 ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ ഏകദേശം 15 മുതൽ 16 വരെ ഭൂകമ്പങ്ങൾ 5.0 അതിൽ കൂടുതലോ തീവ്രതയിൽ അനുഭവപ്പെടുന്നവയാണ്. സമീപകാലത്തും ഇറാനിൽ നിരവധി ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റസാവെ ഖൊറാസാൻ പ്രവിശ്യയിലെ കാശ്മീരിനടുത്ത് 4.2 തീവ്രതയിലും ജൂൺ 17-ന് ബുഷർ പ്രവിശ്യയിലെ ബോറാസ്ജനിനടുത്ത് 4.2 തീവ്രതയിലും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഈ നിരന്തരമായ ഭൂചലന സാധ്യതകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പ്രതിഭാസമാണെങ്കിലും നിലവിലെ സംഘർഷാവസ്ഥയിൽ ഓരോ ചെറിയ ചലനത്തിലും പോലും വലിയ വ്യാഖ്യാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു ആണവ പരീക്ഷണം നടത്തുമ്പോൾ സാധാരണയായി ഭൂമിയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂകമ്പ മാപിനികളിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്യും. ആണവ പരീക്ഷണങ്ങൾ സാധാരണ ഭൂകമ്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സിഗ്നേച്ചർ രേഖപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് അവയ്ക്ക് സാധാരണ ഭൂകമ്പങ്ങളെ അപേക്ഷിച്ച് ആഴം കുറവായിരിക്കും. കൂടാതെ അവയുടെ തരംഗരൂപങ്ങൾ സ്ഫോടനത്തിന്റെ സ്വഭാവം കാണിക്കും. സാംനാനിൽ രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് 10 കിലോമീറ്റർ ആഴം മാത്രമാണുള്ളത് എന്നതും ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും നിരന്തരം ആരോപിക്കുമ്പോൾ ഇറാൻ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു ഭൂകമ്പം ആണവ പരീക്ഷണമാണോ എന്ന് സംശയിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ആണവ പരീക്ഷണ നിരോധന ഉടമ്പടികൾ നിലവിലുള്ളതിനാൽ ഏതെങ്കിലും രാജ്യം ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത് ഗുരുതരമായ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഇരുവരും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും പരസ്പരം പ്രോക്സി ശക്തികളെ ഉപയോഗിച്ചും സൈബർ ആക്രമണങ്ങളിലൂടെയും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇറാനിലെ ഈ ഭൂചലനം ഒരു സ്വാഭാവിക പ്രതിഭാസമാണെങ്കിൽ പോലും മേഖലയിലെ സംഘർഷം കൂടുതൽ ആളപായങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഇതിനകം കാരണമായിട്ടുണ്ട്. ടെഹ്റാനിലും ടെൽ അവീവിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ അത് മേഖലയിലെ സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുകയും ആഗോളതലത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. സാംനാനിലെ ഭൂകമ്പത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ അതൊരു സാധാരണ ഭൂകമ്പമാണോ അതോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളുടെ ഫലമാണോ എന്ന് വ്യക്തമാകൂ. നിലവിൽ ഈ ഭൂചലനം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലെ ഒരു പുതിയ അധ്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു വലിയ സംഘർഷമുണ്ടാകുമ്പോൾ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സഹായം തേടാൻ സാധ്യതയുള്ള ഇറാൻ അത്തരം സഹായങ്ങളില്ലാതെ തന്നെ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത. ഇത് ഇറാന്റെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷിയിലെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുമ്പോഴും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദീർഘദൂര മിസൈലുകൾ, ഡ്രോണുകൾ, ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ വികസനത്തിൽ അവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ഈ സ്വയം പര്യാപ്തത ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഗാസയിലും ലബനനിലും സിറിയയിലും തങ്ങൾക്ക് എളുപ്പത്തിൽ സൈനിക നീക്കങ്ങൾക്ക് നടത്താൻ സാധിച്ചിരുന്നതുപോലെ ഇറാനെതിരെയും സമാനമായ ഒരു വേഗത്തിലുള്ള സൈനിക നടപടി സാധ്യമാകില്ലെന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നു.
ഇറാന്റെ പക്കലുള്ള ആയുധശേഖരത്തിന്റെ വ്യാപ്തിയും ശക്തിയും ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ഇറാൻ ഉപയോഗിച്ച പുതിയ ആയുധങ്ങളിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ. റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സംഘർഷത്തിൽ ആദ്യമായാണ് ഇറാൻ അത്തരമൊരു ആയുധം ഉപയോഗിക്കുന്നത്. ഒരു മിസൈലിന്റെ പോർമുനയിൽ ഘടിപ്പിച്ച് വിക്ഷേപിക്കുമ്പോൾ ഒന്നായി പോകുന്ന ക്ലസ്റ്റർ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഓ 100ഓ ചെറിയ ബോംബുകളായി ചിതറിത്തെറിക്കും. അത് വലിയൊരു പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താനും സാധാരണ ജനങ്ങൾക്ക് പോലും വലിയ ഭീഷണി ഉയർത്താനും കെൽപ്പുള്ളതുമാണ്. മധ്യ ഇസ്രയേലിൽ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇത്തരം ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ സംഘർഷങ്ങൾ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ പുറത്തുവരുന്ന വേദനാജനകമായ മറ്റൊരു വാർത്ത ഇറാനിൽ ഭൂകമ്പമുണ്ടായി എന്നതാണ്.